അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ഇവളും കൂടെ നമ്മളെ തോൽപ്പിച്ച പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അമ്മയ്ക്കറിയാം മോനെ, അവളൊക്കെ വലിയ സങ്കടത്തിലാണ് നീ ജീവിക്കുന്നതെന്ന്. നിന്റെ ഉള്ളിലെത്തി അമ്മ കാണുന്നുണ്ട്. നിന്റെ ഒറ്റയാളിന്റെ കഷ്ടപ്പാടില്ല ഇപ്പൊ ഈ വീട് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ലമ്മേ. നമ്മള് ഇപ്പൊ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ മാറുമേ. വീണ്ടും നമുക്ക് നല്ല കാലം വരും. പക്ഷേ അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാലും സന്ദീപ് ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ മോനെ. അവന്റെ പ്രധാന ശത്രു ഇപ്പൊ ഞാനാ. എല്ലാത്തിനും അവൻ എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നേ. ഞാൻ പറഞ്ഞിട്ടാ അവള് ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നാ അവൻ വിശ്വസിച്ചിരിക്കുന്നേ. ആ അവന്തിക അവളെന്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം പോലെ. പറഞ്ഞു കൊടുത്താലും തലേ കയറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യും? കോടതിയിലെ കേസ് തോൽക്കുമെന്ന് അവന്റെക്ക് നല്ലതുപോലെ അറിയാം. അതിനാ അവനെ മുന്നിൽ നിർത്തി അവൾ ഈ കളി കളിക്കുന്നേ. സ്വന്തം ഭാര്യ മോളെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് കിട്ടുന്ന ലാഭം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. മോനെ, അമ്മയൊന്ന് പോയി അവനെ കണ്ടാലോ? എന്റെ പോക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അവന്റെ കാല് പിടിക്കാം. ഏയ് വേണ്ട വേണ്ട, അമ്മ അവന്റെ കാല് പിടിക്കാൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, ഞാൻ പോവാം. ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. വേണമെങ്കിൽ അവനോട് മാപ്പും പറയാം. എങ്ങനെയെങ്കിലും ഈ വിവാഹമോചനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കാം. ഇങ്ങനെ സങ്കടപ്പെടാൻ നിന്റെ ആരെങ്കിലും ചത്തോ? മോളെ, മോളെ, കരയാതെ. അമ്മയില്ലടാ കൂടെ. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? പേടിക്കണ്ട, ഞാനിനി ആത്മഹത്യൊന്നും ചെയ്യില്ല. ഇങ്ങനെ മുറി കയറി അടച്ചിരിക്കുമ്പോഴാ എന്റെ മക്കളുടെ മനസ്സിൽ സങ്കടം തോന്നുന്നത്. മോളുവാ, എവിടെ ഇരിക്കും. എന്റെ മോള് ധൈര്യത്തോടെ ഇരിക്കണം. എന്തു വന്നാലും പോട്ട് പുല്ലെന്ന് പറഞ്ഞ് അതിനെ നേരിടണം. നീ എന്റെ മോളല്ലേടി. നിങ്ങൾക്കെല്ലാം ഞാനുണ്ടാക്കിയ നാണക്കേട് വലുതാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കതൊന്നും ഒരു പ്രശ്നമല്ല മോളെ. പക്ഷേ സച്ചി, അവന്റെ കാര്യം മോള് ഓർക്കണം.